എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മരച്ചീനി, നമ്മുടെ നാട്ടിലെ കിഴങ്ങ് കപ്പ എന്നൊക്കെ പറയും, നമ്മൾ ഇങ്ങനെ മരച്ചീനി വെച്ചിട്ട് ഒരു നാടൻ രുചിയിൽ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരു ബൗളിൽ 3/4 കപ്പ് കടലയാണ് എടുത്തത്. കടല ഇട്ട് കൊടുക്കാം. നമുക്കിത് 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാനിതുപോലെ ഒരു വലിയ മരച്ചീനി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മരച്ചീനിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവുമല്ലോ കാണുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. ഇങ്ങനെയാണ് മരച്ചീനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. മരച്ചീനിയെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കടലയും ചേർക്കുന്നുണ്ട് കേട്ടോ. കുതിർത്ത് വെച്ചനായിരുന്നു ഞാൻ കടല, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് രാവിലത്തെ പലഹാരമായിട്ടും ഇത് കഴിക്കാം കേട്ടോ. പിന്നെ വൈകുന്നേരം 4 മണി പലഹാരമായിട്ടും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. നമുക്ക് കിഴങ്ങ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടല ചേർത്ത് കൊടുക്കാം. ഇത് ഓവർനൈറ്റ്, ഇത് രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാം, ചായേൻ്റെ പലഹാരമായിട്ട് കഴിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ രാത്രി കിടക്കുമ്പോൾ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 3 വിസിൽ ആക്കണം കേട്ടോ. 3 വിസിലാക്കി എടുക്കാം. നമ്മളെ മരച്ചീനിയൊക്കെ ഇതുപോലെ തിളച്ച് വന്നാൽ മതി കേട്ടോ. തിളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്കിത് മാറ്റണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർച്ച് പോകാനും പിന്നെ നമ്മുടെ വളങ്ങളെല്ലാം ഇട്ടിട്ട് ഇതാക്കുന്നതല്ലേ കിഴങ്ങ്, അതുകൊണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ അരിപ്പത്തട്ടിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ കോരി മാറ്റാം. നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് കീറിയിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇതുപോലെ നടുകൂടെ പിളർന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. ഇതിന് ഉപ്പ് ചേർത്തില്ലായിരുന്നു, അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. 2 വിസിൽ മതി കേട്ടോ. നമ്മളെ കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന്
പിഴിഞ്ഞെടുക്കാം. നമ്മുടെ മരച്ചീനി ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നമ്മൾ മരച്ചീനി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു കറണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്തെടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. മരച്ചീനിയും നമ്മുടെ കടലയും കൊണ്ടുണ്ടാക്കിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. 4 മണിക്ക് ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ആദ്യം കുറച്ച് നമ്മുടെ എന്താ പറയുക, വെള്ളം തിളപ്പിച്ച് ഊറ്റിയാൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ സ്റ്റാർച്ചും പിന്നെ നല്ല വളങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് അതിൻ്റെ ഇതെല്ലാം പായസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചൂടുവെള്ളം കൊണ്ട് തിളപ്പിച്ച് അതങ്ങ് പോയിക്കോളും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സെർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.